തിരിച്ചുപോയ ഒരു ഇതെല്ലാം തിരുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ ചെയ്തത് തിരുത്താനേ ഞാൻ ചിന്തിക്കും. ആ സമയത്ത് ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അവിടെ എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയിരുന്നു. ഉപ്പ ഉമ്മ എന്നുള്ള ഇതൊന്നും ഒരിക്കലും വേറെ ആൾക്കാരെ വെച്ച് നമുക്ക് കിട്ടൂല എന്ന് പറയാം. ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്, പിന്നെ ഒരുപാട് കരഞ്ഞ സമയങ്ങളുണ്ട്. ഫാമിലി എന്നുള്ള ഇത് കിട്ടിയിട്ടില്ല. മനസ്സിലായി, ആരുമായിട്ടും ഇപ്പം സ്വന്തം വീട്ടിലായാൽ പോലും ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കുടുംബ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ജീവിതത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കലില്ല. പ്രണയം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ ഭാവിയിൽ. ആരെങ്കിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ല എവിടെയെങ്കിലും. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്റ്റാണ്. വീട് എന്നുള്ളൊരു സങ്കല്പമൊന്നും എനിക്കില്ലായിരുന്നു. ഇത് തന്നെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും എത്രയോ കൂടുതലാണ്. ഇപ്പം തന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ഹാപ്പിയാണ്. മീൻസ് ഹാപ്പിയാണെന്നല്ല, ഞാൻ എന്താ പറയുക, ഞാൻ ചിന്തിച്ച അല്ലെങ്കിൽ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു വീട് എന്നതിനേക്കാളും എത്രയോ മുകളിലാണ് ഇപ്പം എനിക്കുള്ളത്. ഓക്കെ, പിന്നെ വീട് എന്നുള്ളതിലുപരി ഞാനൊരു ഫാമിലി, എന്താ പറയുക, ഇവിടെ ഒരു ഫാമിലിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ഇവിടെ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഈ സോഷ്യൽ മീഡിയ കരിയറിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കൊരു ഫാമിലി, എൻ്റെ നാട്ടിൽ എനിക്കൊരു ഫാമിലി ഉണ്ടെങ്കിലും എനിക്ക് ആ ഫാമിലി എന്നുള്ള ഇത് കിട്ടിയിട്ടില്ല. മനസ്സിലായി, ആരുമായിട്ടും ഇപ്പം സ്വന്തം വീട്ടിലായാൽ പോലും ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഉപ്പാനോടായാലും ഉമ്മാനോടായാലും പെങ്ങന്മാരോടായാലും ആരോടും ഞാൻ സംസാരിക്കാം. എൻ്റെ അനിയനോട് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും 2 അക്ഷരം മിണ്ടുന്നല്ലാണ്ട് ഇപ്പം ഓക്കെ. ഇപ്പെല്ലാം ഞാൻ അനിയനോട് കുറേ സംസാരിക്കും, ഫോൺ വിളിച്ചാലെല്ലാം നല്ലോണം സംസാരിക്കും. പണ്ട് ഈ സോഷ്യൽ മീഡിയ എല്ലാം വരുന്നതിന് മുന്നേ ഉള്ള ഞാൻ എന്ന് വെച്ചാൽ അവിടെ എനിക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ഉള്ളതെന്നൊന്നും ഞാൻ ഓർക്കലുണ്ടായിരുന്നില്ല. ഞാനൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ഒറ്റ ഇരുത്താം, ആരോടും സംസാരിക്കില്ല, ആരോടും ഇടപഴകാണ്ട് അങ്ങനെ ഇതിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇപ്പം എനിക്ക് അന്ന് എനിക്ക് സാധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് നടത്തി സന്തോഷം എടുക്കുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഇവിടെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. ഒക്കെ ശരിയാണ്, ഉപ്പ ഉമ്മ അല്ലെങ്കിൽ പാരൻസും സിബ്ലിങ്സിൻ്റെ ഒന്നും അത്ര ഒരു ഫാമിലി ഇത് കിട്ടൂല എന്ന് ചിലപ്പോൾ പറയായിരിക്കും. പക്ഷേ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് ഇവിടെ. കാരണം അതായത് ഓൾറെഡി എന്താ പറയുക, പാരൻസിൻ്റെ അടുത്ത് നിന്ന് ലവും അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ അടുത്ത് നിന്നെല്ലാം ലവ് കിട്ടി. പിന്നെ ഇങ്ങനൊരു സംഭവം തുടങ്ങി വേറൊരു ഫാമിലി പോലെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കുടുംബ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കിതാണ്. ഞാൻ മുന്നേ ഉണ്ടായ സ്ഥലത്ത് നിന്ന് എനിക്ക് ഇതുവരെ അത് ഫീൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നെ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല. എനിക്കിപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള ഫാമിലി, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ കുടുംബം ഇത് കാണുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഇത് കാണുമ്പം സന്തോഷമായിരിക്കുമോ സങ്കടമായിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിലൊന്നും കിട്ടാത്ത ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മളിവിടെ 7-8 പേര്, ശരിയാണ്, ഉപ്പ ഉമ്മ എന്നുള്ള ഇതൊന്നും ഒരിക്കലും വേറെ ആൾക്കാരെ വെച്ച് നമുക്ക് കിട്ടൂല എന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ കിട്ടുന്ന, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന എന്താ പറയുക, സന്തോഷവും ഇതും പോലെ ഞാൻ ഇതെടുക്കുന്നത്. കാരണം മുന്നേ ഞാൻ അവിടെ ഉണ്ടായ സമയത്ത് എനിക്കിതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. മീൻസ് ഞാനതിന് കുറേ സാഹചര്യം കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലായിപ്പോയി. അതങ്ങനെ സംഭവിച്ചു പോയി. അതെൻ്റെ ഒരു സ്റ്റേജായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ.
ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങൾ. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ അത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ജീവിതത്തിൽ ഒന്നും ഇനി മുന്നോട്ടില്ലാന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ഇതിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേനെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി അത്രയും വർഷങ്ങൾ ഒറ്റപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാം. ഞാൻ ചിലപ്പം അങ്ങനെയുള്ള ഭ്രാന്തൻ കളികൾ ഈ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്തേനെ. സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെയ്താലും മോശമാണ്, ശരിയാണ്, റിഗ്രറ്റ് ഉണ്ട്. തിരുത്താൻ പറ്റുമെങ്കിൽ തിരിച്ചു പോയിട്ടൊരു സോറി പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അത് എൻ്റെ ഉമ്മാനോടായിരിക്കും. കാരണം ജനിച്ച അന്ന് മുതൽ, കാരണം നമ്മൾ 4 മക്കളുണ്ട്, ബാക്കി 3 മക്കളുടെ അടുത്തൊന്നും ഒരു മീൻസ് എൻ്റെ ലെവൽ ഓഫ് ഇത് വെച്ചോ കുരുത്തക്കേടുകൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്നൊന്നും 1% പോലും ഒരു ബുദ്ധിമുട്ടോ ഇതോ ആർക്കും ഉണ്ടായിട്ടില്ല. ഉമ്മാക്കോ ഉപ്പാക്കോ കുടുംബത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവരെ 3 പേരുടെയും നേരെ ഓപ്പോസിറ്റായിരുന്നു. സാധാരണ ഒരു ചേട്ടൻ കുറച്ച് ആറാമ്പറപ്പാണെങ്കിൽ അനിയൻ കുറച്ച് ആറാമ്പറപ്പായിരിക്കും, പിന്നെ ബാക്കിയുള്ളവർ കുറച്ച് ആറാമ്പറപ്പുകളായിരിക്കും. അതങ്ങനെയല്ല, എൻ്റെ ബാക്കിയുള്ള സിബ്ലിങ്സ് 3 പേരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രം ഇത്രയും നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയാൽ അത്രയും വിഷമിച്ച ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയാണ്. അങ്ങനെ ഒരു തിരിച്ച് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു പോയ ഒരു ഇതെല്ലാം തിരുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ ചെയ്തത് തിരുത്താനേ ഞാൻ ചിന്തിക്കും. ഉമ്മാനോടൊരു സോറി പറയാനുണ്ടെങ്കിലേ ഉള്ളൂ. വേറെ ആരോടും എനിക്ക് ഒന്നും ഇതുവരെ തോന്നുന്നില്ല, ഇനി അങ്ങോട്ടും തോന്നില്ല, ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ഞാനവിടെ അങ്ങനെ ആ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് ഫുഡ് കൊണ്ടുതരാനായാലും എന്നെ അവിടെ നിന്ന് പുറത്തിറക്കാനായാലും ശ്രമിച്ചിട്ടുള്ള ഒരേ ഒരാൾ എൻ്റെ ഉമ്മ മാത്രമാണ്. അപ്പം അങ്ങനെ തിരിച്ചു പോയി ഒരു സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് ഉമ്മാനോട് മാത്രമായിരിക്കും. വേറെ ആരോടും ഒന്നും എനിക്കില്ല, 0 ഇമോഷൻസ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഗെയിമിങ് അല്ലെങ്കിൽ സ്ട്രീമിങ് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പം ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഫാമിലി ലൈഫായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷേ ഫ്യൂച്ചർ അങ്ങനെയാണ് നമ്മൾ പുറത്തെല്ലാം കാണുന്നത്, പുറത്തെ രാജ്യങ്ങളിലും പുറത്തെ നോർത്ത് ഇന്ത്യയിലായാലും കാണുന്നത് അങ്ങനെയാണ്. ഇനി ഈ നാട്ടിലും ഫ്യൂച്ചർ അങ്ങനെ വരുമോ? ഇപ്പം സാധാ ബാക്കി ഏതൊരു പ്രൊഫഷനെയും പോലെ ഉള്ളൊരു പ്രൊഫഷൻ തന്നെയാണ് ഈ സ്ട്രീമിങ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗെയിമിങ് എന്നുള്ളത്. കരിയറാക്കി അത് ജീവന മാർഗ്ഗമാക്കിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ കുറവാണ്, ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട്. നാളെ ഫ്യൂച്ചറിൽ ഇതൊരു പ്രൊഫഷനായി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, സമൂഹം ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പം പിന്നെ അതിൽ പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫ്യൂച്ചർ എന്താ അങ്ങനെ ചോദിച്ചാൽ, പ്രണയം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ ഭാവിയിൽ. ആരെങ്കിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവില്ല എവിടെയെങ്കിലും. ചിലപ്പം ഏതെങ്കിലും ഒരു മൂലയൊക്കെ ആയിരിക്കും ലോകത്തിൻ്റെ, ഏതെങ്കിലും ചിലപ്പോൾ മലയാളി പോലും ആയിരിക്കില്ല, ഏതെങ്കിലും ഹിന്ദിക്കാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷക്കാരായിരിക്കാം, പറയാൻ പറ്റില്ല. ആരെങ്കിലും എവിടെയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ആൾ എവിടെയെങ്കിലും ഉണ്ടാവും. സമയമാകുമ്പം എത്തിച്ചേരുമായിരിക്കും, അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കലില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഭയങ്കര ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടായ സമയത്ത് ഞാൻ കുറച്ച് കാലം ചിന്തിച്ചിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ സമയം കിട്ടലില്ല. കാരണം എല്ലാവരും എപ്പോഴും ചുറ്റും ഉണ്ടാവും. എൻ്റെ കൂടെയുള്ളവർ നമ്മളെപ്പോഴും എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ഇപ്പം ഇങ്ങനൊരു സംഭവം എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരെൻ്റെ കൂടെ ഇല്ലാത്ത. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം അവരുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കലില്ല ഞാൻ സത്യം പറഞ്ഞാൽ. ഞാൻ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കലില്ല അധികം സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ജീവിതത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കലില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അത് എവിടെ എത്തും എന്നുള്ളത് ഞാൻ തന്നെ ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കാണും. ഇതിൻ്റെ അപ്പുറത്ത് എന്താ നടക്കുക ഇതൊന്നും ഞാൻ ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടില്ല. അതിപ്പോൾ മുന്നേ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഞാൻ ചിന്തിക്കും. അതായത് ഒരു അടുത്ത 10 വർഷത്തേക്ക് എന്ത് ചെയ്യണം എന്നെല്ലാം ഒരു പ്ലാനോട് കൂടിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. അടുത്ത നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, അടുത്ത മാസം എന്ത് ചെയ്യണം, അടുത്ത വർഷം, അടുത്ത 10 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഫുൾ പ്ലാനോട് കൂടിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഞാൻ ഒറ്റക്കാണ്. എനിക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട്. പ്ലാൻ ചെയ്യാനും അത് ചെയ്യാം ഇത് ചെയ്യാം, സ്ട്രാറ്റജി പ്ലാനിങ് എല്ലാ ഇതിനും സമയമുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും അങ്ങനെ മൈൻഡുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇതിപ്പം ഇന്ന് കഴിഞ്ഞ് ഇന്ന് രാത്രി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്ക് പ്ലാനില്ല. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്റ്റാണ്. എനിക്ക് ഇപ്പം എന്ത് വല്ല ഇപ്പോൾ ഒരു കേസ് വന്നാൽ അല്ലെങ്കിൽ മുന്നേ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കേസുകളെല്ലാം വരലുണ്ട് ഇങ്ങനെ. അപ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്ത് ഇത് വന്നാലും എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, എൻ്റെ പാസ്റ്റ് ആലോചിക്കും. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പാസ്റ്റാണ്. ഞാൻ ചെറുപ്പം മുതൽ ഈ സോഷ്യൽ മീഡിയ കയറുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായ വരെയുള്ള ആ 22 കൊല്ലം അല്ലെങ്കിൽ 22 കൊല്ലത്തെ സ്റ്റോറി ഒറ്റ ലൈനിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഒറ്റ ഇൻസ്റ്റൻറ്റിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. അത് ചിന്തിച്ചാൽ തന്നെ ഞാൻ മോട്ടിവേറ്റഡ് ആവും. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്, പിന്നെ ഒരുപാട് കരഞ്ഞ സമയങ്ങളുണ്ട്, ഒരുപാട് ഒറ്റപ്പെട്ട സമയങ്ങളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം എനിക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു വലിയ പ്രശ്നം വന്നാലും എനിക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ പാസ്റ്റ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഞാൻ എല്ലാ ഇതും കഴിഞ്ഞിട്ട് വന്നവനാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് എന്തായാലും പോകാനില്ല. അപ്പോൾ പിന്നെ അതൊരു വലിയ മോട്ടിവേഷനാണ്.